ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രേഡ് ഹബ് ലൈവ്. നമ്മൾ ഒരു മാസം മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു. നമ്മൾ യൂട്യൂബ് ട്രേഡ്സ് നമ്മുടെ ചാനലിൽ ട്രേഡ്സ് എല്ലാം ലൈവ് പോകുന്നു പറഞ്ഞൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞിരുന്നു നമുക്കൊരു സ്ട്രാറ്റജി ഉണ്ട്, സിമ്പിളാണ് സ്ട്രാറ്റജി. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ട്രേഡ്സ് എടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന ഒരു വീഡിയോ കൂടെ ചെയ്യാം. അത് ചെയ്തതിന് ശേഷം നമുക്ക് ലൈവ് പോകാമെന്ന് നമ്മളൊന്ന് പറഞ്ഞു. സോ അപ്പോൾ കുറച്ച് തിരക്കായി പോയി, ഐ എം വെരി സോറി അബൌട്ട് ദാറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഞാൻ ഇതുവരെ ചെയ്തുകൊണ്ട് എന്ത് ഫോളോ ചെയ്തിട്ടാണ് ഞാൻ ഇതുവരെ ട്രേഡ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ഒരു 3 മെത്തേഡ്സാണ് ഉള്ളത്. ഒന്ന്, വോളിയത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് വോളിയം പ്രൊഫൈൽ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ട്രേഡിംഗ് വ്യൂവിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളതാണ് ഈ വോളിയം പ്രൊഫൈൽ. അപ്പോൾ വോളിയം പ്രൊഫൈൽ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഒരു വീഡിയോ. പിന്നെ ഹൗ ടു ഫൈൻഡ് ദ ട്രെൻഡ്, ഇപ്പോൾ ബൈ ആണോ സെല്ലാണോ കൺസോൾട്ടേഷൻ മാർക്കറ്റ് ആണോ എന്ന് മനസ്സിലാക്കണം. മനസ്സിലാക്കിയില്ലെങ്കിൽ ട്രേഡ് ചെയ്യാൻ പറ്റില്ല, പ്രോഫിറ്റബിളായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ. പിന്നെ സ്വിംഗ് പോയിന്റ്സ് കണ്ടുപിടിക്കണം. നമ്മൾ പല സ്ഥലങ്ങളിലും മാർക്കറ്റ് സ്വിംഗ് പോയിന്റ്സ് ആണ് നമ്മൾ വിചാരിക്കും, പക്ഷെ അതൊന്നും സ്വിങ്ങിന്റെ പോയിന്റ്സ് ആയിരിക്കില്ല. അപ്പോൾ ഒരു സ്വിംഗ് പോയിന്റ്സ് കണ്ടുപിടിക്കുന്ന ഒരു വീഡിയോ. ഇത് മൂന്നും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. സോ അപ്പോൾ അതിൽ ആദ്യത്തെ വോളിയം പ്രൊഫൈലിനെ പറ്റി പഠിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് വോളിയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വോളിയം മാർക്കറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ് വോളിയത്തിനുള്ള, ട്രേഡിംഗ് വോളിയത്തിനുള്ള. ഓക്കെ, സോ അപ്പോൾ അത് ഓരോ മാർക്കറ്റിലും ഡിഫറെൻ്റ് ആണ്. ഇപ്പം നമ്മൾ ബാങ്ക് നിഫ്റ്റി ആണ് നമ്മൾ ചൂസ് ചെയ്യുന്ന പെയർ, ട്രേഡ് ചെയ്യാൻ എടുക്കുന്ന പെയർ എന്നുണ്ടെങ്കിൽ അതിൽ വോളിയം പ്രൊഫൈൽ ഉപയോഗിക്കേണ്ട രീതി വ്യത്യാസമാണ്. വോളിയം പ്രൊഫൈൽ എല്ലാത്തിൻ്റെയും വോളിയത്തിൻ്റെ ലെവൽസ് പറയും. ഇപ്പോൾ വോളിയം പ്രൊഫൈലിൻ്റെ ടൈംസ് എന്ന് പറഞ്ഞാൽ ഹൈ വാല്യൂ ഏരിയ, ലോ വാല്യൂ ഏരിയ, പി ഒ സി എന്ന് വെച്ചാൽ പോയിന്റ് ഓഫ് കൺട്രോൾ. ഇങ്ങനെ 3 കാര്യങ്ങളാണ് വോളിയം പ്രൊഫൈൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. ഇൻട്രാഡേ ട്രേഡേഴ്സ് അത് മാത്രം ശ്രദ്ധിച്ചാൽ. ഇനി അത് ബാങ്ക് നിഫ്റ്റിയിൽ ഉപയോഗിക്കേണ്ട രീതി വേറെയാണ്. പിന്നെ ഇപ്പൊ നമ്മൾ ഫോറക്സ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണോ നിങ്ങളെന്നുണ്ടെങ്കിൽ അതിൽ ഉപയോഗിക്കേണ്ട വേറെ രീതിയാണ്. ഫോറക്സ് ട്രേഡിങ്ങിൽ ഓരോ പെയറിലും വോളിയം പ്രൊഫൈൽ ഉപയോഗിക്കേണ്ടത് ഓരോ രീതിയിലാണ്. അതായത് ഓരോ സെഷനിലാണ് വോളിയം പ്രൊഫൈൽ ഉപയോഗിക്കേണ്ടത്. ഗോൾഡിൽ ചെയ്യേണ്ട രീതി വേറെയാണ്, ക്രൂഡ് ഓയിൽ ചെയ്യേണ്ട വേറെ രീതിയാണ്, അങ്ങനെ. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ വീഡിയോ ഒന്ന് ചെയ്യുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഫോറക്സ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു വീഡിയോ നമ്മൾ ഇപ്പോൾ തന്നെ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് 2-3 ഡേയ്സിൽ, ഒരു 3 ദിവസത്തിൽ വരും. അത് നമ്മൾ ഫോറക്സ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതിലെങ്ങനെയാണ് വോളിയം പ്രൊഫൈൽ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ഒരു മെത്തേഡ്. ഓക്കെ, സോ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ എങ്ങനെയാണ് വോളിയം പ്രൊഫൈൽ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യേണ്ടതെന്നുള്ളത്. കാരണം ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കറിയാം ഒരുപാട് പേര് ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ വോളിയം പ്രൊഫൈൽ നല്ല ഡീപ്പായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, സിമ്പിൾ മെത്തേഡാണ്, പക്ഷെ അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് പഠിക്കേണ്ടത്. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ട്രേഡിങ്ങിനകത്ത് എല്ലാവരും പറയും ഓപ്ഷൻ ബൈയിങ് ഭയങ്കര ലോസ് ഉണ്ടാക്കുന്ന പരിപാടിയെന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല. നമുക്ക് ട്രേഡിങ് ഒരു മെത്തേഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻ ട്രേഡിങ് ബൈയിങ് ഈസി ആയിട്ട് ചെയ്യാം. അത് ഞാൻ വെറുതെ പറയുന്നതല്ല. നിങ്ങൾ ഈ 3 വീഡിയോസ് ഞാൻ പറഞ്ഞില്ലേ സ്ട്രാറ്റജിയുടെ, അത് 3 നിങ്ങൾ വാച്ച് ചെയ്യുക. അത് വാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ട്രേഡ് ലൈവ് പോകുന്നതാണ്. അപ്പോൾ അറിയാലോ ഇത് ഓപ്ഷൻ ബൈയിങ് ഈസി ആണോ അല്ലയോ എന്നുള്ളത്. പിന്നെ ഇത് നമ്മൾ ഫസ്റ്റ് വീഡിയോ ഇട്ടതിന് ശേഷം 1-2 പേര് എന്നെ ഫോൺ ചെയ്ത് ചോദിച്ചിരുന്നു, എന്താണ് നിങ്ങൾ ഇത്ര സീരിയസ് ആയിട്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ട്രേഡിങ് സീരിയസ് ആണല്ലോ, ട്രേഡിങ് തമാശയല്ല, കുട്ടികളി അല്ലല്ലോ, ട്രേഡിങ് സീരിയസ് ആണ്. അപ്പോൾ പിന്നെ അത് ചെയ്യുമ്പോൾ നമ്മൾ സീരിയസ് ആയിരിക്കില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇറക്കുമ്പോൾ നമ്മൾ സീരിയസ് ആയിരിക്കും, അത്രേ ഉള്ളൂ. സോ ഐ ഡോണ്ട് മൈൻഡ് ദാറ്റ്. ഓക്കെ, അയാൾ തമാശയായിട്ട് ചോദിച്ചതാണ്, ഞാനും അങ്ങനെ എടുത്തിട്ടുള്ളൂ. ആ തമാശ രൂപത്തിൽ മറുപടി പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, സോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വോളിയം പ്രൊഫൈൽ ഉപയോഗിച്ചിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ എങ്ങനെ വോളിയം പ്രൊഫൈൽ ഉപയോഗിച്ചിട്ട് ലെവൽസ് കണ്ടുപിടിക്കാം. ലെവൽസ് ആണ് കിട്ടുക, 3-4 ലെവൽസ് കിട്ടും മാർക്കറ്റിൽ. ആ ലെവൽസ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം, സ്ക്രീനിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓൾറൈറ്റ്, ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ചാർട്ടാണ്. ഓക്കെ, ഈ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട 2 ടൈമിങ്ങുകളാണ് നമുക്കുള്ളത്. ഒന്ന് 9:15 AM ടു 11:30 AM. ഈ ടൈം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതായത് മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം ഉള്ള ഒരു ടൈമിംഗ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ടൈം നമുക്ക് നോക്കേണ്ടത് വേറെ ഒന്നുമല്ല, 11:30 ടു മാർക്കറ്റ് ക്ലോസ് ആവുന്ന വരെ, 3:30 മാർക്കറ്റ് ക്ലോസ് ആവുന്ന സമയം വരെയുള്ള സമയം. ഇങ്ങനെ 2 സമയങ്ങളിലാണ് നമ്മൾ വോളിയം പ്രൊഫൈൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇനി വോളിയം പ്രൊഫൈൽ എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നമ്മളൊരു ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈലാണ് നമ്മൾ എടുക്കുക.
അതായത് നമ്മൾ ഒരു ഏരിയയിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് അടുത്ത നെക്സ്റ്റ് ഒരു ഏരിയ വരെ കൊണ്ടുവന്ന് അവിടെ ഒരു ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 3 ലൈൻസ് വരും. ഈ 3 ലൈൻസിൻ്റെ അകത്ത് ഉള്ള 3 കാര്യങ്ങൾ, ഒന്ന് ഹൈ വാല്യൂ ഏരിയ, ഏറ്റവും ടോപ്പിലുള്ള ലെവല്, ലോ വാല്യൂ ഏരിയ, പിന്നെ ഉള്ളത് POC. ഇങ്ങനെ 3 ലെവൽസ് ആണ് നമുക്ക് വോളിയം പ്രൊഫൈലിൽ കിട്ടുക. ഓക്കെ, അപ്പോൾ ദിസ് വൺ, ഇത് ഹൈ വാല്യൂ ഏരിയ, ഇത് ലോ വാല്യൂ ഏരിയ, ഇതിന് മിഡിൽ സെക്ഷനിലുള്ളത് ഇതാണ് POC. ഇങ്ങനെ 3 കണ്ടീഷൻസ് ആണ് നമുക്ക് ഉള്ളത്. ഇത് ഹൈ വാല്യൂ ഏരിയ ആണ്, ഹൈ വാല്യൂ ഏരിയ. പിന്നെ ദിസ് വൺ, ഇത് നെക്സ്റ്റ്, ഇത് നടുക്കുള്ളത്, അത് നമുക്ക് വരുന്നത് POC എന്ന് പറയാം. POC പോയിന്റ് ഓഫ് കൺട്രോൾ എന്നാണ് അതിന് പറയുക. POCനെ പറയുന്ന പോയിന്റ് ഓഫ് കൺട്രോൾ എന്നാണ്. പിന്നെ ഉള്ളത് POC, പിന്നെ ഏറ്റവും താഴെയുള്ളത് ലോ വാല്യൂ ഏരിയ. ഇങ്ങനെ 3 ടേംസ് ആണ് നമുക്ക് വോളിയം പ്രൊഫൈൽ വരയ്ക്കുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റി ചെയ്യുന്ന ആൾക്കാർ നമ്മൾ നേരത്തെ പറഞ്ഞ ടൈമിങ് 9:15 to 11:30 വരയ്ക്കുക. അത് എപ്പോഴും നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് നമുക്ക് 11:30 വരെയുള്ളത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതിൽ നമുക്കൊരു ഹൈ വാല്യൂ ഏരിയ കിട്ടും, ഒരു ലോ വാല്യൂ ഏരിയ കിട്ടും, പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു POC ആണ്. അപ്പോൾ POCയും ലോ വാല്യൂ ഏരിയ നമുക്കിപ്പം ഈ ഒരു സ്റ്റേജിൽ നമുക്ക് അടുത്തടുത്തായിരിക്കുന്നത്. സോ അപ്പോൾ നമുക്ക് ഒരെണ്ണം വരച്ചാൽ മതി, ഏതെങ്കിലും ഒരെണ്ണം വരച്ചാൽ മതി, രണ്ടും വരയ്ക്കണമെന്നില്ല. സോ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമുക്ക് ഹൈ വാല്യൂ ഏരിയ ബ്രേക്ക് ചെയ്തിട്ടാണ് പ്രൈസ് പോയത്. അപ്പോൾ നല്ലൊരു ഗുഡ് റാലി നമുക്ക് അപ്പ് ഡയറക്ഷനിലേക്ക് വന്നു. സോ ബാങ്ക് നിഫ്റ്റി ചെയ്യുന്ന ആൾക്കാർക്ക് ഇവിടുന്ന് കോൾ അറ്റൻഡ് ചെയ്യാവുന്നതാണ്, മേളിലേക്ക് കോൾ എടുക്കാവുന്നതാണ് ഇവിടെ. ഓക്കെ, പിന്നെ ഇപ്പം 9:15 to 11:30 എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള എളുപ്പത്തിന് ഞാൻ ഒരു ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് പെട്ടെന്ന് ആ ടൈമിങ് നമുക്ക് പെട്ടെന്ന് കിട്ടും. സോ അപ്പോൾ ഞാനത് ഒരെണ്ണം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട്. പെട്ടെന്ന് മനസ്സിലാവാൻ, വേറെ ഒന്നുമില്ല. ഈ ടൈമിങ്ങിൻ്റെ ബോക്സ് കണ്ടാൽ നമുക്കറിയാം 9:15 to 11:30, 11:30 to 3:30, അതാണ് ആ ബോക്സിൻ്റെ ഇത്. ഓക്കെ, അപ്പോൾ വേറെ ഇതുപോലെ തന്നെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഇവിടെ നെക്സ്റ്റ് ഡേ നമ്മൾ ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് മേളിലേക്കാണ് ബ്രേക്ക് ആയിരിക്കുന്നത്. കണ്ടോ, മേളിലേക്കാണ്, നമുക്ക് മേളിലേക്കാണ് ട്രെൻഡ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. സോ നമുക്കൊരു ബൈയിലേക്കുള്ള കോൾ എടുക്കുന്ന ആൾക്കാർക്ക് കോളിലേക്കുള്ള ഒരു ട്രേഡിംഗ് സെറ്റപ്പാണ് അവിടെ ഉള്ളത്. പിന്നെ ഉള്ളത് നെക്സ്റ്റ് ഡേ നോക്കിയാൽ ഇവിടെ ഉണ്ട് ഒന്ന്, ഇവിടെ വരണം, ഇതേപോലെ തന്നെ ഇതുണ്ട്. ഇതിൻ്റെ ഹൈ വാല്യൂ ഏരിയ ഇവിടെ കിടപ്പുണ്ട്. ഇത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ബൈയിലേക്ക് ഓപ്ഷൻ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ നമുക്ക് ട്രേഡ് എൻ്റർ ചെയ്യാൻ പറ്റില്ല. സോ അപ്പോൾ ഇവിടെ ബേസിക്കലി ഇവിടെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്തിട്ടില്ല ട്രേഡ്. അപ്പം ബൈ എടുക്കാനുള്ള ഓപ്ഷൻ അവിടെ ഇല്ല, നമുക്ക് കോള് എടുക്കാൻ ഓപ്ഷൻ ഇല്ല. പുട്ട് എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നത്, പുട്ട് എടുക്കാം. അതായത് സെൽ ഓഫ് ചെയ്യണമെങ്കിൽ പുട്ട് ബൈ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ ഉള്ളൂ നമുക്ക്. ഓക്കെ, പിന്നെ അതിൻ്റെ അടുത്ത ദിവസമുള്ളത് ഇവിടെയാണ്, അതായത് പ്രീവിയസ് ഡേ ആണ്, ഇന്നലത്തെ ദിവസമാണ്. അതിൻ്റെയും ഈ പറഞ്ഞ പോലെ ഹൈ വാല്യൂ ഏരിയ ഒരുപാട് മേളിലാണ്. സോ അവിടേക്ക് പ്രൈസ് എത്തിയിട്ടില്ല, അപ്പോൾ നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഇനി ഇതിൽ POC എന്ന് പറഞ്ഞൊരു പാർട്ട് ഉണ്ട്, ഇത് കണ്ടില്ല, ഇവിടെ POC നമുക്കിവിടെ പ്ലേ ചെയ്തിട്ടുണ്ട് മാർക്കറ്റിൽ. ഈ എക്സ്പയറി ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഇത് ശ്രദ്ധിച്ച് ചെയ്താലേ നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് POC റിജക്ട് ചെയ്ത് പ്രൈസ് താഴത്തേക്കാണ് ഡ്രോപ്പ് ചെയ്ത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് 11:30 നമുക്ക് ലെവൽസ് കണ്ടുപിടിച്ച് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റിയ ബെസ്റ്റ് പരിപാടി ഇതാണ്. അതായത് 9:15 to 11:30 വെയിറ്റ് ചെയ്തിട്ട് വോളിയം പ്രൊഫൈൽ വരയ്ക്കുക. 9:15 to 11:30 വോളിയം പ്രൊഫൈൽ വരയ്ക്കുക. ശേഷം നമുക്ക് അതിൻ്റെ ഹൈയോ ലോയോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ഡേ മോർണിംഗിൽ, അതായത് 9:15 എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ട്രേഡ് നോക്കണമല്ലോ. ആ സമയത്ത് ട്രേഡ് നോക്കണം, എവിടേക്കാണ് ഡയറക്ഷൻ, ബൈ ആണോ സെല്ലാണോ എന്ന് നോക്കി നമുക്ക് ട്രേഡ് ചെയ്യണം. അപ്പോൾ അതിനെങ്ങനെ വോളിയം പ്രൊഫൈൽ ഉപയോഗിക്കാം? അതിനുപയോഗിക്കാനുള്ള ഒരു എളുപ്പമുള്ള മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് 2 days 2 ദിവസം എടുക്കണം. ഇപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുന്നത് ഈ ദിവസമാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ 1, 2 2 ദിവസം കൂടെ കമ്പൈൻ ചെയ്തിട്ട് വേണം നമ്മൾ വോളിയം പ്രൊഫൈൽ വരയ്ക്കാൻ. അപ്പോൾ അങ്ങനെ വരയ്ക്കുമ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ടിങ് തൊട്ട് ഇവിടെ നിന്ന് ഫുൾ എൻഡ് വരെ വോളിയം പ്രൊഫൈൽ വരയ്ക്കണം. അതിൻ്റെ അകത്ത് ഇതുപോലെ 2 ലെവൽസ് കിട്ടും, 2 ലെവൽസ് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും പ്രൈസ് ഒരുപാട് മേളിലാണ്. നമ്മുടെ ഹൈ വാല്യൂ ഏരിയയുടെ ഒക്കെ ഒരുപാട് മേളിലാണ് പ്രൈസ്, ഒരുപാട് മേളിലല്ലേ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ആ ലെവൽസ് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. സോ ഇങ്ങനത്തെ കണ്ടീഷൻസ് വരുമ്പോൾ ലെവൽ ഇങ്ങനെ ഒരുപാട് മുമ്പിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഈ ദിവസം നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട്, അതായത് ഈ ദിവസം നമ്മൾ ട്രേഡ് ചെയ്യാൻ നമുക്ക് എടുക്കാവുന്നത്, ഈ ദിവസം നമ്മൾ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഡേയുടെ 11:30, 3:30 വരച്ചാൽ മതി. എപ്പോഴാണ് നമ്മുടെ വോളിയം പ്രൊഫൈലിൻ്റെ ലെവൽ ബ്രേക്ക് ചെയ്ത് പ്രൈസ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുക. അപ്പോൾ നമുക്ക് ഇതുപോലെ 3 ലെവൽസ് നമുക്ക് കിട്ടും. ഈ ലെവൽസ് യൂസ് ചെയ്താൽ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ ഡയറക്ഷൻ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ലെവലിൽ നമുക്കൊരു ബൈ, ഇവിടെ നിന്ന് ഒരു റിജക്ഷൻ ഉണ്ടെങ്കിൽ നമുക്കൊരു ബൈക്ക് സാധ്യതയുണ്ട്, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ
ഇങ്ങനെയാണ് വോളിയം പ്രൊഫൈൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ വോളിയം പ്രൊഫൈൽ എന്താണെന്ന് സാധാരണ യൂട്യൂബിൽ വേറെ വീഡിയോസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് എടുത്ത് നോക്കുക, പഠിച്ചു നോക്കുക, ജസ്റ്റ് കണ്ടാൽ മനസ്സിലാവും. അതിൻ്റെ അകത്ത് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ഈ വോളിയം പ്രൊഫൈൽ എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഏത് ടൈം ഫ്രെയിമിൽ അപ്ലൈ ചെയ്യണം, എങ്ങനെയാണ് ഇത് വാച്ച് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അല്ല വോളിയം പ്രൊഫൈലിന്റെ ബേസിക്സ് എന്താണെന്ന് നമുക്ക് ഇവിടെ പറയുന്നില്ല. നമ്മൾ എങ്ങനെയാണ് ഇത് നമ്മുടെ അഡ്വാൻറ്റേജിന് ഉപയോഗിക്കുക എന്നുള്ളത്, വോളിയം പ്രൊഫൈൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. സോ ബാങ്ക് നിഫ്റ്റി ചെയ്യുന്ന ആൾക്കാർക്ക് 9:15 to 11:30 എല്ലാ ദിവസവും വരയ്ക്കാം. അപ്പോൾ 11:30ക്ക് ശേഷം നമുക്ക് എപ്പോഴും നമുക്കറിയാം, നമുക്കൊരു 12:30-1 മണിയാകുമ്പോൾ ഒരു മൂവ്മെന്റ് മാർക്കറ്റിൽ വരാറുണ്ട്. ആ മൂവ്മെന്റ് നമുക്ക് ഈ വോളിയം പ്രൊഫൈലിന്റെ ലെവൽസ് വെച്ച് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ 9:15 തന്നെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ, കാലത്ത് തന്നെ ട്രേഡിൽ എൻട്രി ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ പ്രീവിയസ് 2 days വരച്ച് വെച്ചിട്ടുണ്ടാവണം. പിന്നെ അതുപോലെ ലാസ്റ്റ് ഡേയുടെ അതിൻ്റെ ഒരുപാട് ഈ പ്രീവിയസ് 2 daysന്റെ ഒരുപാട് ബ്രേക്ക് ഔട്ടിലാണ് പ്രൈസ് പോയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇങ്ങനെ ഓൾറെഡി ബ്രേക്ക് ഔട്ടിലേക്ക് മാർക്കറ്റ് ഒരുപാട് മുകളിലേക്ക് കയറി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഡേയുടെ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, 11:30, 3:30 എന്നുള്ളൊരു ഏരിയ ഉണ്ട്. ആ ഏരിയയുടെ വോളിയം പ്രൊഫൈല് നമുക്ക് വരയ്ക്കാം. അതിന്റെ ലെവൽസ് മാർക്ക് ചെയ്ത് വെച്ചാലും നമുക്ക് കുഴപ്പമില്ല. അതിന്റെ ലെവൽസ് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ നിന്ന് നമുക്ക് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് വോളിയം പ്രൊഫൈലിൽ നമുക്ക് എങ്ങനെയാണ് വോളിയം പ്രൊഫൈൽ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് വോളിയം പ്രൊഫൈൽ എങ്ങനെയാണ് ഉപയോഗിക്കുക, അതിനുശേഷം ട്രെൻഡ് എങ്ങനെ മനസ്സിലാക്കണം, അപ് ട്രെൻഡ് ആണോ ഡൗൺ ട്രെൻഡ് ആണോ വരാൻ പോകുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ വോളിയം പ്രൊഫൈലും കൂടെ കമ്പൈൻ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യൂട്യൂബിൽ കമൻറ്റ് സെക്ഷനിൽ വന്നൊന്ന് ചോദിച്ചാൽ മതി. അതിന് ഒരു പേഴ്സണലായിട്ട് വേണമെങ്കിൽ വാട്സപ്പിൽ ചാറ്റ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ചെറിയ വീഡിയോസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ ഓരോ ദിവസവും ഈ വോളിയം പ്രൊഫൈൽ എങ്ങനെ പ്ലേ ഔട്ട് ചെയ്തു എന്നുള്ളത് ഇനി വരുന്ന ഒരു 3 ദിവസത്തേക്കുള്ള വോളിയം പ്രൊഫൈലിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യാം. അത് ചെയ്തിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനോ ബെല്ലൈക്കണോ അങ്ങനെ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതൊക്കെ അമർത്തി വിടുക. എന്നിട്ട് ഇനി വരുന്ന വീഡിയോസ് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക. നമ്മുടെ ചാനലിൽ എപ്പോഴും വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഈ സ്ട്രാറ്റജി കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വീഡിയോസ് ഒന്നും അങ്ങനെ പോസ്റ്റ് ചെയ്യാനില്ല. പിന്നെ കൂടുതലൊന്നും പഠിപ്പിക്കാനില്ല, കാരണം ബാക്കിയുള്ള എല്ലാം ഓൾറെഡി യൂട്യൂബിൽ കിടപ്പുണ്ടല്ലോ. പിന്നെ ഉള്ളത് നമ്മൾ ലൈവ് ട്രേഡ് പോകാന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, മറക്കാതെ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഇനി വരുന്ന ഒരു 4-5 വീഡിയോസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക. അതൊന്ന് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക, അത് കാണുക. ഓക്കെ, സോ താങ്ക് യു ഗൈസ്, ബൈ.